സ്വാഗതം ചെയ്യാം പ്രതീക്ഷയോടെ. ഓണം ഒരുമയുടെ ഉത്സവമാണ്. അവിടെ മത്സരത്തിന് സ്ഥാനമില്ല. ഈ സന്ദേശമാണ് ഇത്തവണ ഓണപ്പൂക്കളത്തിലൂടെ മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്ക് നൽകിയ നല്ല പാഠം. കുറെ പൂക്കളങ്ങൾ ഒരുക്കി മത്സരിക്കുന്നതിന് പകരം എല്ലാവരും ചേർന്ന് ഒറ്റ പൂക്കളം ഒരുക്കി, അതും 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ. ഓണത്തിന്റെ സന്ദേശം ഒരുമയുടേതാണെന്നും അത് ഒറ്റ മനസ്സായി ആഘോഷിക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രധാന അധ്യാപിക പി നിഷ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ കാത്തുകാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഉത്സവമാണ് ഓണാഘോഷം. ഈ പ്രാവശ്യം മത്സരാധിഷ്ഠിതമായ പൂക്കളത്തിൽ നിന്നെല്ലാം ഒന്ന് വ്യത്യസ്തമായി മത്സരങ്ങളില്ലാതെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ഒരു മെഗാ പൂക്കളമാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. അതിനൊരു വലിയ പ്ലാനിങ് ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാവശ്യമായ സാധനങ്ങൾ ഒരുക്കാനും അതിൻ്റെ പാറ്റേൺ സംഘടിപ്പിക്കാനും ഇവിടുന്ന് കഴിഞ്ഞു പോയ അധ്യാപകരുടെയും ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരെല്ലാമായിട്ട് ഒരാഴ്ച കാലമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഏറ്റവും ഭംഗിയായിട്ട് ചിത്രം ഒരുക്കുന്നതിൽ ഉദയരാജ് സാറ് വന്ന് ചെയ്തു. അതിൻ്റെ കൂടെ എല്ലാ അധ്യാപകരും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെ പൂക്കളെത്തി. ഇന്ന് രാവിലെ കുട്ടികൾ 7 മണിയോടെ തുടങ്ങി പൂക്കളെല്ലാം ഒരുക്കി അത് ഉതിർത്തിടാനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുക്കാനും എല്ലാ അധ്യാപകരും കുട്ടികളും എല്ലാം ഒറ്റ മനസ്സോടെ നിന്നതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഈ വലിയൊരു പൂക്കളം ഇവിടെ ഒരുങ്ങാൻ ഉണ്ടായത്. ഞങ്ങളുടെ ഒരു വലിയ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ രക്ഷിതാക്കളാണ്. അപ്പോൾ ആ രക്ഷിതാക്കൾ സ്കൂളിനോട് അത്രയും അഗാധമായ അടുപ്പമുള്ള രക്ഷിതാക്കളും നാട്ടുകാരും. അതുകൊണ്ട് ഒരു സാമ്പത്തികം നമുക്കൊരു വിഷയമായി വരുന്നില്ല. സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ പിന്നാലെ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് അത് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. കുട്ടികളെല്ലാവരും ഒരുമിച്ച് ഒരു മത്സരമൊന്നും ഇല്ലാതെ ഒരുമിച്ച് തീർക്കുന്ന ഒരു പൂക്കളം, അതിൻ്റെ ഒരു ഭംഗി, അതിനു വേണ്ടിയിട്ട് നാട് മുഴുവനും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തി. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഒന്നായി ചേരുമ്പോഴാണ് മനോഹരമായ പൂക്കളം ഒരുങ്ങുന്നത്. അതുപോലെ എല്ലാ അതിർവരമ്പുകളും മറന്ന് ഒറ്റ മനസ്സായി കുട്ടികളും ചേരുന്നു എന്നതാണ് ഓണാഘോഷത്തിന്റെ പ്രത്യേകതയെന്ന് അധ്യാപകൻ KC സുനിൽകുമാർ. നമ്മളിപ്പോൾ ഇവിടെ 3300-നടുത്ത് കുട്ടികളുണ്ട്, 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. നമ്മൾ ഈ പൂക്കളം ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഒരു 3300 വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത തരം പൂക്കളും ഒരു പൂക്കളത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ പൂക്കളം എത്രമാത്രം മനോഹരമാണെന്ന് ഇത് നോക്കുമ്പോൾ കാണും. അതുപോലെയാണ് ഈ ക്യാമ്പസ്. ഈ വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. പല സാമൂഹ്യ സാഹചര്യങ്ങളും വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരു പൊതുവിദ്യാലയത്തിൽ എത്തിച്ചേരുമ്പോൾ ആ പൊതുവിദ്യാലയം എത്ര മനോഹരമാകും എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മളിത്. ഈ ഒരു പൂക്കളത്തിൻ്റെ ഭംഗി, അവിടെയാണ് അതിൻ്റെ ഒരു പ്രസക്തിയും. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ആഘോഷം എന്ന നിലയിലും ഓണത്തെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികൾ, നിങ്ങൾക്ക് കാണാം ഈ ക്യാമ്പസിൽ പറന്നു നടക്കുന്ന കുട്ടികളെ, അവരുടെ സന്തോഷത്തെ. എന്തായാലും ഈ ജാതിമത ചിന്തകൾ എല്ലാം തന്നെ നമ്മൾ അങ്ങ് ഈ ആഘോഷം ഓണത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെക്കുകയാണ്. അതെ, കുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്തയേയില്ല. ഒരു ക്ലാസ് മുറിയിൽ എത്തിച്ചേരുന്ന കുട്ടികൾ പരസ്പരം ആ കാര്യം ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. മുതിർന്നവർക്കാണ് യഥാർത്ഥത്തിൽ അത്തരം ചിന്തകൾ വരുന്നത്. കുട്ടികൾ നിങ്ങൾ നോക്കും, ചുറ്റുപാട് നടക്കുന്ന കുട്ടികൾ തോളിൽ കൈയിട്ട് നടക്കുന്ന, അവരെ സന്തോഷം പങ്കിടുന്നു. ജാതിയോ മതമോ അവരുടെ ചിന്തയുടെ ഒരു 4 അയലത്ത് പോയിട്ടില്ല. അപ്പോൾ അത് ഊട്ടിയുറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് പൊതുവിദ്യാലയങ്ങൾ. അത് ഈ രൂപത്തിൽ തന്നെ നിലനിർത്തുക എന്നതും ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്, ലക്ഷ്യമാണ്. കണ്ണൂർ ജില്ലയിലെ സ്കൂളുകളിൽ ഒരുക്കിയ പൂക്കളങ്ങളിൽ ഏറ്റവും വലുതാണ്
മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയത്. ഓണാഘോഷത്തോടെ വിദ്യാലയങ്ങൾ അവധിക്ക് അടക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.